ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. UGC നെറ്റ് എക്സാമിനേഷൻ നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. പൊതുവേ ഈ ഒരു പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവരോട് ചോദിച്ചു കഴിഞ്ഞാൽ 1-2 മൊഡ്യൂൾസ് ഞാൻ സ്കിപ്പ് ചെയ്തു എന്ന് പറയുന്നതിൽ തീർച്ചയായിട്ടും ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് ഉൾപ്പെടുത്തും. എന്തോ ബുദ്ധിമുട്ടാണ് ഈ ഒരു ഏരിയ പഠിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പേര് എന്ത് ചെയ്യും, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് പാടെ അങ്ങ് അവഗണിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് അവഗണിച്ച് കളഞ്ഞാൽ ഒരിക്കലും നല്ലൊരു സ്കോറിലേക്ക് എത്താനായിട്ട് ഒരിക്കലും സാധിക്കില്ല. നമുക്ക് പഠിക്കാനുള്ള ആ ഒരു 10 യൂണിറ്റും ഒരേപോലെ പ്രാധാന്യം കൊടുത്ത് തന്നെ എല്ലാം നമുക്ക് വേണം. അപ്പോൾ ഈ ഒരു റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ള ആ ഒരു ടോപ്പിക്ക് നമ്മൾ പഠിക്കുന്ന സമയത്തും വളരെ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇപ്പോൾ എന്താണ് റിസർച്ച് എന്നുള്ള കാര്യം, ടൈപ്സ് ഓഫ് റിസർച്ചും അങ്ങനെ അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സ്റ്റാറ്റിക് ആയിട്ടുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കി പഠിക്കണം. അപ്പോൾ അത് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പല രീതിയിൽ ചോദ്യങ്ങൾ വന്നാലും നമുക്ക് ഈസി ആയിട്ട് തന്നെ ആൻസർ കണ്ടെത്താം. അപ്പോൾ ഇനിയെങ്കിലും പ്രിപ്പയർ ചെയ്യുന്നവർ തീർച്ചയായിട്ടും ഒരിക്കലും ഒരു യൂണിറ്റും സ്കിപ്പ് ചെയ്ത് കളയരുത്. റിസർച്ച് ആപ്റ്റിറ്റ്യൂഡിനും മറ്റ് യൂണിറ്റുകളെ പോലെ തന്നെ പ്രാധാന്യം കൊടുത്ത് പഠിക്കും. ഈ കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ള ഒരു 5 ചോദ്യമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ആൻസറിലേക്ക് വളരെ വേഗം എത്തിച്ചേരാൻ കഴിയുന്നതെന്ന് നമുക്ക് നോക്കാം. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് റീസൺ ഫോർ റൈറ്റിംഗ് എ ലിറ്ററേച്ചർ റിവ്യൂ. അപ്പോൾ നമുക്കറിയാമല്ലോ, ഈ ഒരു റിസർച്ച് പേപ്പേഴ്സ് എഴുതുന്ന സമയത്ത് ഇപ്പോൾ എല്ലാവരും പ്രോജക്ട്സ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും, ഡിസർട്ടേഷനൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോഴെല്ലാം നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ലിറ്ററേച്ചർ റിവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ലിറ്ററേച്ചർ റിവ്യൂ എഴുതുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആ ഒരു കറക്റ്റ് റീസൺ എന്നാണ് നോക്കുന്നത്. അപ്പോൾ 4 ഓപ്ഷനാണ് നമുക്കുള്ളത്. പിന്നെ അത് 4 സ്റ്റേറ്റ്മെൻ്റ് ആണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്ഷനാണ്. You need to know what is already known in connection with your research area. It may help you to develop an analytical framework. It will help with the interpretation of your findings. It may suggest further research questions for you. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ലോജിക്ക് ഉപയോഗിച്ച് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. ലിറ്ററേച്ചർ റിവ്യൂ നമ്മളൊരു പെർട്ടിക്കുലർ റിസർച്ചുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നു. ഒന്നാമത്തെ പോയിന്റ് നോക്കാം. ഓൾറെഡി ഈ ഒരു ഏരിയയുമായിട്ട് കണക്ഷനുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്കൊരു അറിവ് കിട്ടും. നമ്മളുടെ റിസർച്ച് ശരിയായ പാതയിലാണോ മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ടും ഓൾറെഡി ചെയ്ത വർക്കുകൾ ഉണ്ടെങ്കിൽ നമുക്കത് സഹായകമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് ഒന്നാമത്തെ പോയിന്റ് അവിടെ വരും. 2, ഇറ്റ് മേ ഹെൽപ്പ് യു ടു ഡെവലപ്പ് ആൻ അനലിറ്റിക് ഫ്രെയിംവർക്ക്. കൃത്യമായിട്ടുള്ള ഒരു ഫ്രെയിംവർക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് നമുക്ക് എന്തിനെങ്കിലും കുറിച്ചൊരു മുമ്പേ ഉള്ള ഒരു മോഡൽ നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു ഫ്രെയിംവർക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അടുത്തത്, ഇറ്റ് ഹെൽപ്പ് വിത്ത് ദ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് യുവർ ഫൈൻഡിങ്സ്. അപ്പോൾ നമ്മൾ കുറേ കണ്ടെത്തലുകളൊക്കെ നടത്തി. അപ്പോൾ അവിടെ എന്താണ് നമ്മുടെ കണ്ടെത്തലുകളൊക്കെ ശരിയായ പാതയിലാണോ എന്ന് കറക്റ്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് തീർച്ചയായിട്ടും ഇതിനു മുമ്പ് ഇതേ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള റിസർച്ച് വർക്ക്സ് നമ്മളെ സഹായിക്കും. ആൻഡ് ഫൈനലി, ഇറ്റ് മേ സജസ്റ്റ് ഫർദർ റിസർച്ച് ക്വസ്റ്റ്യൻസ് ഫോർ യു. നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ കുറേ ചോദ്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ കുറച്ചും കൂടെ ഡീപ്പായിട്ടുള്ള ഫർദർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ ചോദിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ അതിലേക്ക് നയിക്കുന്ന ഒരു ഘടകമായിട്ട് ലിറ്ററേച്ചർ റിവ്യൂ ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ നമുക്ക് ലിറ്ററേച്ചർ റിവ്യൂ എന്താണെന്ന് അറിയാമെങ്കിൽ തന്നെ ഈസി ആയിട്ട് മനസ്സിലാക്കാം ഈ 4 ഓപ്ഷനും അവിടെ സ്യൂട്ടബിൾ ആണ്. ഇനി 4 ഓപ്ഷനും വരുന്ന രീതിയിലുള്ള ഒരു ഇത് ഓപ്ഷൻ നമുക്ക് ആൻസർ ഉണ്ടോ എന്ന് നോക്കാം. A and B ഉള്ളി, B, C and D, A, C and D, A, B, C and D. അപ്പോൾ ഇവിടെ നമ്മൾ പക്കാ ലോജിക്ക് യൂസ് ചെയ്ത് ചിന്തിച്ചപ്പോഴത്തേക്ക് നമുക്ക് ആൻസർ കിട്ടി. ആൻസർ കിട്ടിയ ശേഷം നമ്മൾ ഓപ്ഷനിലേക്ക് നോക്കി. ഓക്കെ, കറക്റ്റാണ്, A, B, C and D അവിടെ ഉണ്ട്. അപ്പോൾ അതാണ് അവിടെ കറക്റ്റ് ആൻസർ വരിക. അടുത്ത ചോദ്യം, അറേഞ്ച് ദ ഫോളോയിങ് സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ എ റിസർച്ച് പ്രോസസ് ഇൻ കറക്റ്റ് ഓർഡർ. റിസർച്ച് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റെപ്പുകൾ ആദ്യം മുതലേ നെറ്റ് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പോഴും അതിൻ്റെ പുതുമയൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ എന്താണ് ഈ ഒരു ചോദ്യം ഇപ്പോഴും വരും. ഇക്കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ഒരു ചോദ്യമാണ്. ഇത്തരത്തിൽ എന്ത് ചെയ്യാനായിട്ട് റിസർച്ച് പ്രോസസ്സുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റെപ്പുകൾ അറേഞ്ച് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു വ്യക്തി തീർച്ചയായിട്ടും റിസർച്ചിൻ്റെ സ്റ്റെപ്പുകളൊക്കെ പഠിക്കും. അപ്പോൾ നമ്മുടെ മനസ്സിൽ തന്നെ തെളിയും ആദ്യം എന്ത് സ്റ്റെപ്പായിരിക്കും. Collecting the data, reviewing the literature, reporting the research outcome, identifying a research problem, analyzing and interpreting the data. ഒരിക്കലും നമ്മൾ ഒറ്റയടിക്ക് നേരെ ചെന്ന് ഡാറ്റ കളക്ട് ചെയ്യാനായിട്ട് പോകത്തില്ല. ആദ്യം നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് വേണ്ടത് എന്താണ്, ആദ്യം ഒരു റിസർച്ച് പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യേണ്ടേ. പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതിനൊരു ടെൻഡേറ്റീവ് സൊല്യൂഷൻ മുന്നോട്ട് വെക്കും, ഒരു ഹൈപ്പോത്തിസിസ് മുന്നോട്ട് വെക്കും. പിന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ റിസർച്ചിൻ്റെ എല്ലാ സ്റ്റെപ്പുകളും
പരീക്ഷയ്ക്ക് അതുപോലെ കൊടുക്കണമെന്നില്ല. ചിലപ്പോൾ ഒന്നിടവിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ പ്രധാനപ്പെട്ട സ്റ്റെപ്പുകൾ മാത്രമായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും ഓപ്ഷൻസിൽ ഇൻക്ലൂഡഡ് ആവുക. അപ്പോൾ ഇടയ്ക്കൊരു ഓപ്ഷൻ കണ്ടില്ല എന്നും പറഞ്ഞുകൊണ്ട്, ഇടയ്ക്കൊരു സ്റ്റെപ്പ് കണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വേണ്ട. അപ്പോൾ നമുക്ക് തന്നേക്കുന്നത് എങ്ങനെയാണോ അതിനെ നമ്മളൊന്ന് അറേഞ്ച് ചെയ്യും. അപ്പം നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ എന്താണ് ഓർമ്മ വരും, ആദ്യം ഒരു റിസർച്ച് പ്രോബ്ലം ഉണ്ട് അല്ലെ, പ്രോബ്ലം ഐഡൻറ്റിഫൈ ചെയ്യണം. പ്രശ്നം ഉണ്ടെങ്കിലല്ല പരിഹാരം കണ്ടെത്തേണ്ട കാര്യമുണ്ടോ? അപ്പോൾ അത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഐഡൻറ്റിഫൈങ് റിസർച്ച് പ്രോബ്ലം. അപ്പോൾ ഓപ്ഷൻ ഡി ആദ്യം വരുന്ന ഏതെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, 2 എണ്ണം ഇവിടെ എലിമിനേറ്റ് ചെയ്യാൻ സാധിച്ചു. എ ആദ്യം വരുന്ന ഒരെണ്ണം ഉണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലേ. എ ആദ്യം വരുന്ന എന്താണ്, കളക്ടിങ് ദ ഡാറ്റയായിരുന്നു. അപ്പം നമ്മൾ ആദ്യം പോയി ഒരിക്കലും ഡാറ്റ കളക്ട് ചെയ്യത്തില്ല. പിന്നെ ബിയും നമുക്ക് അവിടെ വരുന്നതല്ല. പിന്നെ നമ്മുടെ മുമ്പിൽ എന്താണ് 2 ഓപ്ഷൻസ് ആണുള്ള ഡി എ ബി സി ഡി ബി എ സി എ ഇ സി. അപ്പം നോക്കിക്കുക, അടുത്ത നമുക്ക് ഡി കഴിഞ്ഞിട്ട് അടുത്ത് വരാൻ പോകുന്ന എ ആണോ ബി ആണോ എന്നൊന്ന് മാത്രം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലോട്ട് കിടക്കാം. അപ്പം ഞാൻ ക്വസ്റ്റ്യനും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റുകളും ഒന്നുകൂടെ കാണിക്കാം. അപ്പം നമ്മൾ നോക്കേണ്ടത് എ ആണോ ബി ആണോ ആദ്യം വരുന്നത്, ഇതിൽ ഏതാദ്യം വരുമെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് എത്താം. അപ്പം നമുക്ക് ആദ്യത്തെ കിട്ടി ഐഡൻറ്റിഫൈങ് റിസർച്ച് പ്രോബ്ലം. അപ്പം നമ്മൾ അടുത്തയായിട്ട് എന്തായിരിക്കും ചെയ്യാം, അപ്പോൾ അവിടെ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, ലിറ്ററേച്ചർ റിവ്യൂ ചെയ്യണം. എന്നാലെല്ലാം നമ്മൾ കളക്ട് ചെയ്യാൻ പോകുന്ന ഡാറ്റയെക്കുറിച്ചൊക്കെ നമുക്കൊരു ഏകദേശ ധാരണ വേണ്ടേ. നമ്മൾ നേരത്തെയും പറഞ്ഞു ആ ലിറ്ററേച്ചർ റിവ്യൂവിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് 2ാമത്തെ സ്റ്റെപ്പ് ഉറപ്പിക്കാം, റിവ്യൂ ദ ലിറ്ററേച്ചർ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇനി നമുക്ക് ഉറപ്പായിട്ടും പോയി ഡാറ്റ കളക്ട് ചെയ്യാം. ഡാറ്റ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് വന്നിട്ട് അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റിംഗ് ദ ഡാറ്റ. പിന്നെ നമുക്ക് ആ ഡാറ്റ അനലൈസ് ചെയ്യാം, ഇൻ്റർപ്രറ്റ് ചെയ്യാം, ആൻഡ് ഫൈനലി നമുക്ക് എന്ത് ചെയ്യാം, റിപ്പോർട്ടിംഗ് ദ റിസർച്ച് ഔട്ട്കം നമുക്ക് ഫൈനലി റിപ്പോർട്ട് ചെയ്യും. അപ്പം നമ്മുടെ ആൻസർ എന്താണ്, ഈ ഒരു ഓർഡറിൽ വരും. അപ്പം തന്നെ എന്ത് ചെയ്യാം, അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൽഫബറ്റ്സ് നിങ്ങൾ നോക്കിയിട്ട് ആൻസറിലോട്ട് എത്തുക. പിന്നെ നമുക്കിവിടെ അറിയാം റിപ്പോർട്ടിംഗ് ദ റിസർച്ച് ഔട്ട്കം തീർച്ചയായിട്ടും ലാസ്റ്റ് സ്റ്റെപ്പ് ആയിരിക്കും. അപ്പം നമുക്ക് എന്താണ് ഓപ്ഷൻ സി ലാസ്റ്റ് വരുന്നത് നോക്കാം. അപ്പം അങ്ങനെയും കൂടെ നോക്കിയിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ആൻസറിലേക്ക് എത്താം. അപ്പം നമ്മുടെ ഒരു കറക്റ്റ് ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടല്ലോ, നമ്മൾ ആദ്യം എന്തായിരുന്നു ഐഡൻറ്റിഫൈങ് റിസർച്ച് പ്രോബ്ലം, സെക്കൻഡ് റിവ്യൂയിങ് ദ ലിറ്ററേച്ചർ, ഡിയും ബിയും വരണം. അപ്പോൾ ഡി ബി എ ഇ സി കിട്ടിക്കഴിഞ്ഞു, അത്രയേ ഉള്ളൂ. അടുത്ത ചോദ്യം, which among the following is not a characteristic of close-ended questions in survey research? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ, നമ്മൾ ഈ ഒരു റിസർച്ച് എന്നുള്ള പേപ്പർ പഠിക്കുന്ന സമയത്ത് കുറേ ടേംസ് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. അപ്പോൾ സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ എന്താണ് റിസർച്ച്, എന്താണ് ടൈപ്സ് ഓഫ് റിസർച്ച്, എന്താണ് ക്വാണ്ടിറ്റേറ്റീവ്, എന്താണ് ക്വാളിറ്റേറ്റീവ്, പിന്നെ ഇതുപോലെ നമ്മൾ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്, സർവേസ്, ക്ലോസ്-എൻഡഡ് ക്വസ്റ്റ്യൻ, ഓപ്പൺ-എൻഡഡ് ക്വസ്റ്റ്യൻ, അങ്ങനെ കുറേ സംഭവങ്ങൾ, കുറേ ടേംസ് ആണ്. അതൊക്കെ മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ നമുക്ക് ഈ ചോദ്യം കാണുമ്പോഴത്തേക്കും എന്താണ് നമ്മുടെ ചോദ്യകർത്താവ് ഉദ്ദേശിച്ചത് നമുക്ക് മനസ്സിലാവത്തോളും. ഇവിടെ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യൻ, നമ്മൾ സർവേ റിസർച്ച് നടത്തുമ്പോൾ, റിസർച്ചിൽ നമ്മൾ സർവേകൾ നടത്താറില്ലേ, സർവേകളിൽ നിന്ന് കിട്ടുന്ന ഡാറ്റ ഉപയോഗിച്ച് നമ്മൾ ഒരു ഫൈനലായിട്ടുള്ള ഒരു റിസൾട്ടിലോട്ട് എത്താറില്ലേ. അപ്പം ഈ ഒരു സർവേ നടത്തുന്ന സമയത്തും ക്ലോസ് എൻഡഡ് ചോദ്യങ്ങൾ ഉപയോഗിച്ചാൽ എന്താണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത്, ശ്രദ്ധിക്കുക, ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തതും. അപ്പം എന്താണ് ഈ ക്ലോസ് എൻഡഡ്, എന്താണ് ഈ ഓപ്പൺ എൻഡഡ്, തീർച്ചയായിട്ടും അറിയണം. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ 2 രീതിയിൽ, സർവേ നടത്തുമ്പോൾ ക്വസ്റ്റ്യൻ കൊടുക്കുമ്പോൾ 2 രീതിയിൽ കൊടുക്കാം. ഒന്ന് ഓപ്പൺ എൻഡഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ആ ഒരു ചോദ്യത്തിന്, ആ ഒരു ചോദ്യം കേട്ട ഒരു വ്യക്തിക്ക് എന്ത് ചെയ്യാം, അവരുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ അതെന്താണ്, ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയുവാണ്, UGC നെറ്റ് എക്സാമിനേഷനും റിസർച്ച് എന്നുള്ള ടോപ്പിക് ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്. അപ്പോൾ എന്താണ് അവരുടെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള കാര്യങ്ങളെല്ലാം അവർക്ക് പറയാം. അങ്ങനെ ഓപ്പൺ എൻഡഡ് ആണ്, അവർക്ക് എന്ത് വേണമെങ്കിലും അവിടെ മറുപടിയായിട്ട് പറയാം. ഇനി ക്ലോസ് എൻഡഡ് എന്നെങ്കിൽ അവിടെ എന്താണ്, നമ്മൾ അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള ആൻസേഴ്സ് കൊടുക്കും, യെസ് ഓർ നോ. ഉദാഹരണത്തിന് റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമാണോ, യെസ് ഓർ നോ, അവിടെ 2 ഉത്തരത്തിൽ ഏതെങ്കിലും ഒന്ന് തന്നെ പറയണം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ ഇതുപോലെ ഓപ്ഷൻ കൊടുക്കത്തില്ല, അല്ലെങ്കിൽ ഗുഡ് ഓർ ബാഡ് അങ്ങനെയൊക്കെ നമ്മൾ കൊടുക്കുന്ന സമയത്ത് എന്താണത് ക്ലോസ് എൻഡഡ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ക്ലോസ് എൻഡഡ് ചോദ്യത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതെന്നാണ്, ദേ അലോ അൺയൂഷ്വൽ റെസ്പോൺസ് ആറ്റ് ദ സർവേ റിസർച്ച് മേ നോട്ട് ഹാവ് കണ്ടംപ്ലേറ്റഡ്, ദേ ആർ ഈസി ഫോർ ഇൻ്റർവ്യൂവേഴ്സ് ആൻഡ് ഓർ റെസ്പോണ്ടൻസ് ടു കംപ്ലീറ്റ്, ദേ റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് വേരിയബിലിറ്റി ഇൻ ദ റെക്കോർഡിംഗ് of answers, there is loss of spontaneity in respondents' answer. അപ്പം നോക്കിക്കേ, ഇതിൽ ക്ലോസ് എൻഡഡ് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധമില്ലാത്തതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ലോസ് ഓഫ് സ്പോണ്ടേനിറ്റി ഇൻ റെസ്പോൺസ് ആൻസർ എന്ന് പറയുമ്പോഴത്തേക്ക്
അവിടെ സാധ്യതയുള്ളൊരു കാര്യമാണ്. പെട്ടെന്ന് നമ്മൾ ചോദിക്കും yes or no എന്നൊക്കെ ചോദിക്കുന്ന സമയത്തും എന്താണ് ഒരു സ്പോണ്ടേനിറ്റി പെട്ടെന്നൊരു ആൻസർ പറയുന്നതിൽ ഉള്ള ആ ഒരു പ്രശ്നം അവിടെ വന്നേക്കാം. അടുത്തത് ദേ റെഡ്യൂസ് ദ പോസിബിലിറ്റി ഓഫ് വേരിയബിലിറ്റി ഇൻ റെക്കോർഡിംഗ് ഓഫ് ആൻസർ. നമ്മളിപ്പം ആൻസർ റെക്കോർഡ് ചെയ്ത് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് വേരിയബിലിറ്റി വരാനുള്ള പോസിബിലിറ്റി കുറവാണ്. അപ്പോൾ അവിടെ നമുക്കറിയാം യെസ് അല്ലെങ്കിൽ നോ എന്ന് പറഞ്ഞാൽ നമുക്ക് അതുപോലെ തന്നെ മാർക്ക് ചെയ്തുകൊണ്ട് പോകാം. അല്ലാതെ വലിയ 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 സെൻറ്റൻസുകൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഇവിടെ വന്ന് പകർത്തി വെക്കുമ്പോഴത്തേക്ക് എന്താണ് മാറിപ്പോയേക്കാം. അപ്പോൾ അതിനുള്ള സാധ്യത കുറവാണെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതും ശരിയാണ്. ദേ ആർ ഈസി ഫോർ ഇൻ്റർവ്യൂവേഴ്സ് ആൻഡ് റെസ്പോണ്ടൻസ് ടു കംപ്ലീറ്റ്. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനത് ഇപ്പോൾ ഇൻ്റർവ്യൂ നടത്തുന്ന ആൾക്കാണെങ്കിലും അല്ലെങ്കിൽ അതിൽ പങ്കെടുക്കുന്ന ആൾക്കാണെങ്കിലും എന്താണ് ഈസി ആണെന്നാണ് പറഞ്ഞത്. ഈസി അല്ലേ, സ്വർണ്ണ പറഞ്ഞ പരിപാടി കഴിഞ്ഞില്ലേ, വളരെ ഈസി ആയിട്ട് നമുക്ക് ടാബ്ലേറ്റ് ചെയ്യാം, കണക്ക് കൂടാനും ഒക്കെ പറ്റും. ഇനി നമ്മുടെ ഈ ഒരു ഓപ്ഷൻ നോക്കിക്കേ, അൺയൂഷ്വൽ റെസ്പോൺസുകൾ വരുമോ? നമ്മൾ അവരുടെ മുമ്പിൽ ക്ലോസ് എൻഡഡ് ആയിട്ടുള്ള ഓപ്ഷനാണ് കൊടുത്തേക്കുന്നത്. ഒന്നെങ്കിൽ എസ് അല്ലെങ്കിൽ നോ. അങ്ങനെ പറയുമ്പോഴത്തേക്ക് അൺയൂഷ്വൽ റെസ്പോൺസ് വല്ലതും വരാൻ സാധ്യതയുണ്ടോ? അപ്പോൾ ഒരുപക്ഷെ എന്താണ് റിസർച്ചറിന് പരിചയമില്ലാത്ത അല്ലെങ്കിൽ റിസർച്ചർ ഈ ഒരു മേഖലയായിട്ട് കണക്ഷൻ ഇല്ലാത്ത ആൻസറുകൾ റിസർച്ചറിന് കിട്ടിയേക്കാം എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. നമുക്ക് ഉറപ്പിക്കാം എന്താണ് ഒരിക്കലും അങ്ങനെ വരത്തില്ല. ഒരാൾ എന്നോട് വന്ന് ചോദിക്കുകയാണ് റിസർച്ച് പേപ്പർ റിസർച്ച് എന്ന് പറഞ്ഞ ടോപ്പിക് എങ്ങനെയാണ്, ഈസി ആണോ പാടാണോ എന്ന് ചോദിക്കുമ്പോൾ ഞാനത് ഈസി അല്ലെങ്കിൽ ഡിഫിക്കൽട്ട് എന്നുള്ള ഏതെങ്കിലും ഉത്തരവാണ് പറയുന്നതെങ്കിൽ ഒരിക്കലും എന്താണ് അൺയൂഷ്വൽ റെസ്പോൺസ് ഒന്നും അവിടെ വരുന്നില്ല. അപ്പോൾ ഇവിടെ നമുക്കങ്ങനെ ആൻസറിലേക്ക് എത്താം. അടുത്ത ചോദ്യം, ഇഫ് എ സർവേ ഈസ് കണ്ടക്റ്റഡ് ടെലഫോണിക്കലി വിച്ച് അമോങ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ട്രൂ? ടെലഫോണിക് സർവേ. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ സർവേയുടെ അകത്ത് തന്നെ നമുക്ക് പല രീതിയിൽ സർവേ നടത്താം. അതിലൊരു ടൈപ്പാണ് ടെലഫോണിക് സർവേ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ടെലഫോണിക് സർവേ നടത്തുന്ന സമയത്ത് ഈ ഒരു കൂടുതൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്നാണ്? ഇറ്റ് ഇംപ്രൂവ്സ് ക്വാളിറ്റി ഓഫ് ഡാറ്റ, ഇറ്റ് ഇംപ്രൂവ്സ് ദ വാലിഡിറ്റി റിസർച്ച്, ഇറ്റ് റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ഡാറ്റ കളക്ഷൻ, ഇറ്റ് മേക്ക് പാർട്ടിസിപ്പൻസ് കംഫർട്ടബിൾ. അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യം എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആദ്യം തന്നെ നോക്കാം ഇതിൽ ഏതെങ്കിലുമൊക്കെ ഓപ്ഷൻ സെലക്ട് ചെയ്യാനാണോ? ഇപ്പോൾ 1 and 2, 1, 2 and 3 അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ ഒന്നുമില്ല. പക്ഷെ നമുക്ക് നോക്കുമ്പം പെട്ടെന്ന് എന്താണ് എല്ലാം ഉണ്ടെന്ന്, എല്ലാ ഓപ്ഷനും ശരിയാണെന്ന് തോന്നിയേക്കാം. പക്ഷേ ഇങ്ങനെയുള്ള പരീക്ഷയ്ക്ക് മുമ്പും പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരെണ്ണം നമ്മൾ തിരഞ്ഞെടുക്കണം. ഇനി ഒന്നും കൂടെ ഒന്ന് സൂക്ഷിച്ച് നോക്കുകയും ടെലഫോണിക് സർവേ നമ്മൾ നടത്തുകയാണ്. അപ്പോൾ നമുക്ക് നോക്കിയാൽ അതിന് മാത്രമായിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ക്വാളിറ്റി ഓഫ് ഡാറ്റയുടെ കാര്യം നോക്കിയാലും വാലിഡിറ്റിയുടെ കാര്യം നോക്കിയാലും പാർട്ടിസിപ്പൻസ് കംഫോർട്ടബിൾ ആയിട്ടിരിക്കുന്ന കാര്യം നോക്കിയാലും ഇതൊക്കെ മറ്റ് സർവേകളിലും പോസിബിളാണ്. എന്നാൽ കുറച്ചും കൂടെ നമ്മളെ ഇവിടെ ഒന്ന് എന്താണ് നമ്മുടെ ഈ ഒരു റിസർച്ച് ആ ഒരു പ്രോസസ്സിനെ കുറച്ച് കോസ്റ്റ് എഫക്റ്റീവ് ആക്കുന്ന ഒരു സ്വഭാവം ടെലിഫോണിക് സർവേക്ക് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ. റെഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് ഡാറ്റ കളക്ഷൻ. നമ്മളിപ്പോൾ ഒരു പെർട്ടിക്കുലർ സ്ഥലം വരെ നമ്മൾ പൈസ മുടക്കി യാത്ര ചെയ്ത് പോയി ഒരാളോട് ഒരു കാര്യം സർവേ നടത്തുന്നതിനേക്കാളും എത്രമാത്രം കോസ്റ്റ് ഇഫക്റ്റീവാണ് ഒരു കോള് വിളിച്ച് ചോദിക്കുന്നത് അല്ലേ? നമ്മുടെ എല്ലാം ഫോൺ നോക്കിയാൽ നമുക്കറിയാം, നമുക്കെല്ലാം പൊതുവെ അൺലിമിറ്റഡ് കോളുള്ള ഒരു ആളുകളാണ്. അപ്പോൾ അറിയാമല്ലോ നമ്മുടെ പുതിയൊരു ഈ കോംബോ പാക്കൊക്കെ വെക്കുമ്പോഴത്തേക്ക് മിക്കവാറും ഉള്ളവരെല്ലാം അൺലിമിറ്റഡ് കോൾസ് ഉള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊരാളെ വിളിച്ചിട്ടും ഒരു പെർട്ടിക്കുലർ സർവേയെക്കുറിച്ച് ഇങ്ങനെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് അപ്പോൾ തന്നെ ആൻസറും കിട്ടുന്നു. നമുക്ക് ആ ഒരു കമ്പാരിസൺ നടത്തുമ്പോഴത്തേക്ക് ഇവിടെ എന്ത് ചെയ്യാം? കോസ്റ്റ് ഓഫ് ഡാറ്റ കളക്ഷൻ കുറയ്ക്കാനായിട്ട് തീർച്ചയായിട്ടും ടെലഫോണിക് സർവേ ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ആൻസറിലെത്താൽ ഇവിടെ നമ്മളൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഒന്ന് ലോജിക്ക് യൂസ് ചെയ്തതാണ്. അപ്പോൾ ടെലിഫോണിക് സർവേയുടെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് റെസ്പോൺസ് ആണ്. നമ്മൾ ചോദിക്കുമ്പോൾ അവരപ്പം തന്നെ മറുപടി പറയും. അപ്പോൾ ഇത് പറയുമ്പോൾ നമുക്ക് എന്താണ് സർവേക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻ എത്തിച്ചു കൊടുക്കാം, പിന്നീട് അത് ഫില്ല് ചെയ്ത് തിരിച്ചെത്തിക്കാം, അങ്ങനെയൊക്കെയുള്ള രീതിയിൽ സർവേ നടത്താറുണ്ട്. അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് ഇമ്മീഡിയറ്റ് റെസ്പോൺസ് കിട്ടും, ഒരു പേഴ്സണൽ ടച്ച് കിട്ടും അല്ലേ? നമ്മൾ ജസ്റ്റ് ഒരു പേപ്പർ കൊടുത്തു വിടില്ല, നമ്മളവരോട് നേരിട്ട് സംസാരിക്കുകയാണ്, കോസ്റ്റ് ഇഫക്റ്റീവാണ്. അപ്പോൾ ഈ ഒരു 3 പോയിന്റ് നമുക്ക് ടെലിഫോണിക് സർവേക്ക് എടുത്തു പറയാൻ കഴിയുന്ന 3 പോയിന്റാണ്. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ റിസർച്ചർ ഇൻറ്റൻസ് ടു എക്സ്പ്ലോർ the effect of possible factors for the organization of effective midday meal intervention. Which research method will be most appropriate for this study? പലതരം പഠനങ്ങൾ നടത്താനായിട്ട് പലതരം റിസർച്ച് മെത്തേഡ്സ് നമ്മൾക്കുണ്ട്. അപ്പം ഓരോ റിസർച്ച് മെത്തേഡിനെ കുറിച്ചും കൃത്യമായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇന്നത്തെ ഓപ്ഷനോടെ നോക്കുമ്പോൾ നമുക്കൊരു 4 എണ്ണം വളരെ ഈസി ആയിട്ട് ഇപ്പം തന്നെ പഠിക്കാം. അപ്പോൾ അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കി ഓരോ മെത്തേഡിനെ കുറിച്ചും കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം മെത്തേഡിനെ കുറിച്ച് പഠിക്കണം, പിന്നെ നമ്മൾ എന്താണ് പോപ്പുലേഷൻ എന്താണെന്ന് അറിയണം, സാമ്പിൾ എന്താണെന്ന് അറിയണം, സാമ്പിളിംഗ്
മെത്തേഡ്സ് അറിയണം. അങ്ങനെ കുറേ സംഗതികൾ ഈ ഒരു ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. അപ്പോൾ ഓരോ ഏരിയയെക്കുറിച്ചും ഒരു തറോ നോളജ് നിങ്ങൾക്ക് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇവിടെ നോക്കി, ഹിസ്റ്റോറിക്കൽ മെത്തേഡ്, ഡിസ്ക്രിപ്റ്റീവ് സർവേ മെത്തേഡ്, എക്സ്പെരിമെൻ്റൽ മെത്തേഡ്, എക്സ് പോസ്റ്റ് ഫാക്ടോ മെത്തേഡ്. അപ്പോൾ ഇവിടെ നമുക്ക് ലോജിക്കൊന്നും ഉപയോഗിച്ച് ചിലപ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞെന്നിരിക്കത്തില്ല. ഇവിടെ കാര്യം കൃത്യമായിട്ട് അറിയണം എന്താണ് ഈ സംഭവം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിഡ് ഡേ മീൽ ഇൻ്റർവെൻഷൻ, നമുക്കറിയാം ഈ ഉച്ചയ്ക്ക് കുട്ടികൾക്ക് സ്കൂളിൽ ഫുഡ് കൊടുക്കുന്ന ആ ഒരു പരിപാടിയാണെന്നറിയാം. അതിൻ്റെ ഒരു ഇഫക്റ്റിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട്, അതിനെക്കുറിച്ച് പഠിക്കാനായിട്ടുള്ള ആ ഒരു റിസർച്ച് പ്രോബ്ലത്തിന് ഏത് മെത്തേഡ് ഉപയോഗിക്കുക എന്നാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഇവിടെ എക്സ് പോസ്റ്റ് ഫാക്ടോ മെത്തേഡ് എന്നാണ്. അപ്പോൾ എക്സ് പോസ്റ്റ് ഫാക്ടോ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കാര്യം കഴിഞ്ഞു, അത് സംഭവിച്ച് കഴിഞ്ഞു, പിന്നീട് നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് നടത്തുന്ന റിസർച്ചിന് പറയുന്ന പേരാണ് എക്സ് പോസ്റ്റ് ഫാക്ടോ എന്നും. ഇപ്പം ഒരു പെർട്ടിക്കുലർ സ്കൂളിൽ എടുക്കുന്നു, ആ സ്കൂളിലെ കുട്ടികൾക്കെല്ലാം പൊതുവെ മാർക്ക് കുറവാണ്. അപ്പോൾ അത് ഓൾറെഡി സംഭവിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്തുകൊണ്ടാണ് ആ മാർക്ക് കുറവ് വന്നതെന്ന് അന്വേഷിക്കാനായിട്ട് നമ്മൾ എന്താണ് ഒരു റിസർച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എന്താണ് എക്സ് പോസ്റ്റ് ഫാക്ടോ ആണ്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക, സംഭവം കഴിഞ്ഞതിനെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ എക്സ് പോസ്റ്റ് ഫാക്ടോ. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ നോക്കാം. ഇനി ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് സിസ്റ്റമാറ്റിക് കളക്ഷൻ അനാലിസിസ് ഓഫ് പാസ്റ്റ് ഈവൻറ്റ്സ് ടു അണ്ടർസ്റ്റാൻഡ് പാറ്റേൺ, കോസ് ആൻഡ് ഇഫക്റ്റ്. ഇവിടെ നമ്മൾ എന്താണ് കുറച്ച് നമ്മൾ ഈ ഒരു വാക്കിൽ തന്നെയുണ്ട്, നിങ്ങൾക്ക് ഒരു പക്ഷേ കൺഫ്യൂഷൻ തോന്നിയേക്കാം. ആ ഒരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. പാസ്റ്റായിട്ട് നടന്ന ഈവൻറ്റിനെ കുറിച്ച് നമ്മൾ അതിൻ്റെ പാറ്റേൺ, കോസ്, ഇഫക്റ്റ് അങ്ങനെ സിമ്പിളായിട്ട് നമ്മൾ ഈ ഹിസ്റ്റോറിയൻസ് ഒക്കെ റിസർച്ച് നടത്താറില്ലേ. ഇപ്പോൾ പണ്ട് ഒരു പർട്ടിക്കുലർ സ്ഥലത്തുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ഫോസിൽ ലഭിച്ചു, അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ ഒരു പഠിച്ചു പോകുമ്പോൾ എന്താണ് അത് ഹിസ്റ്റോറിക്കൽ റിസർച്ചാണ്. നമ്മുടെ എക്സ്പോസ് ഫാക്ടോ എന്താണ്, ആ ഒരു വ്യത്യാസം നിങ്ങളിവിടെ മനസ്സിലാക്കി എടുക്കണം. അടുത്ത ഡിസ്ക്രിപ്റ്റീവ് സർവേ ആകുമ്പോഴത്തേക്ക് ഡിസ്ക്രിപ്റ്റീവ് റിസർച്ച് ദാറ്റ് ബ്ലെൻഡ്സ് ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡാറ്റ. കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ആയിട്ടുള്ള ഡാറ്റ യൂസ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം കേട്ടോ. ക്വാണ്ടിറ്റേറ്റീവ് എന്താണ്, ക്വാളിറ്റേറ്റീവ് എന്താണെന്നൊക്കെ പഠിക്കണം. അപ്പോൾ നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ള ആക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഒരു സംഭവത്തെക്കുറിച്ച് ലഭിക്കാനായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്റ്റീവ് സർവേ നടത്തുന്നത്. ഒന്ന് നിങ്ങളെ കാണാതെ പഠിക്കൽ, മനസ്സിലാക്കി മാത്രം പഠിക്കാം. ആൻഡ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഒരു പദം നിങ്ങൾ പഠിച്ചു വെക്കുക, കോസ് ആൻഡ് ഇഫക്റ്റ്. കോസ് ആൻഡ് ഇഫക്റ്റ് നമ്മൾ ഒരു അവിടെ എന്താണ് തീർച്ചയായിട്ടും ഒന്നിലധികം വേരിയബിൾസ് നമുക്ക് വേണം. മാനിപ്പുലേറ്റിംഗ് വൺ ഓർ മോർ വേരിയബിൾസ് ആൻഡ് ഒബ്സർവിങ് ദ ഇഫക്റ്റ്. ഇപ്പോൾ ഉദാഹരണമാണെങ്കിലും ഒരു ഉദാഹരണം ഞാൻ പറയാം. സ്കൂൾ കുട്ടികളുടെ ഇടയിൽ, ഇപ്പോൾ ഒരു ഹയർ സെക്കൻഡറി സ്കൂൾ കുട്ടികളുടെ ഇടയിൽ മൊബൈൽ ഫോൺ ഉപയോഗം എന്ന് പറഞ്ഞ് നമ്മളൊരു പെർട്ടിക്കുലർ സംഗതി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ആ ഒരു ഹയർ സെക്കൻഡറി കുട്ടികൾ എന്ന് പറയുന്ന ആ ഒരു പർട്ടിക്കുലർ വേരിയബിളിനെ എടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യും, മൊബൈൽ ഉപയോഗം എന്ന് പറയുന്ന വേരിയബിളിനെ നമുക്ക് കൺസിഡർ ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ച് പഠിക്കും. അപ്പോൾ അതിൻ്റെ കോസും ഇഫക്റ്റും കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ പഠനത്തെ അത് മോശമായിട്ട് ബാധിച്ചോ അല്ലെങ്കിൽ നല്ലതായിട്ടാണോ എഫക്റ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഫൈനൽ റിസൾട്ടിലേക്ക് എത്താം. അതാണ് എക്സ്പെരിമെൻ്റൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ. അവിടെ നിങ്ങൾ ഈ കോസ് ആൻഡ് ഇഫക്റ്റ് എന്നുള്ള ഒരു പദം നോക്കിയാൽ മതി. ഇപ്പം നോക്കിക്കേ, ഈ ഒരു 5 ചോദ്യം ഇനി ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്ര വലിയൊരു ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങളായിട്ട് തോന്നില്ല. കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി പഠിച്ചാൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് മറ്റ് ടോപ്പിക്സും വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.